മിസ് ക്വസ്റ്റ്യൻ ആൻസർ 2 ക്വസ്റ്റ്യൻ ആൻസർ കൂടി എഴുതാനുണ്ട്. അപ്പൊ അങ്ങനെ ഹോംവർക്ക് തരുന്നത് പെൻഡിങ്ങിൽ വെക്കരുത് കേട്ടോ. ഓരോരോ ദിവസം കൂടുന്തോറും ഓരോരോ ആഴ്ച കൂടുന്തോറും നിങ്ങൾക്ക് വർക്കുകൾ കൂടി വരും. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വർക്ക് ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരിക. അന്ന് തന്നെ ചെയ്താൽ അത്രയും ബെറ്റർ കേട്ടല്ലോ. ഓക്കെ. എല്ലാവരും ഒരാള് പോലും അയച്ചു തന്നില്ല. ഇജാസ് അയച്ചു തന്നോ? നോ. ഞാനും അവരെ പോലെ തന്നെ അല്ലേ മിസ്സേ? അങ്ങനെ പറയുന്നുണ്ടല്ലേ. ഷോണാണ് കൃത്യമായിട്ട് അയച്ചു തരുന്നത്. ഫെയ്ത്ത് എന്ത് പറ്റി എന്റെ എഴുതാഞ്ഞേ? ഹോംവർക്ക് തന്നത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. മിസ്സ വീട്ടിലേക്ക് വരെ വേണ്ടത് നോക്കാൻ. സാധാരണ മിസ്സിന്റെ നമ്പറിൽ അയച്ചു തരികയല്ലേ പതിവ്? മറക്കാതെ ഇന്നെ പറഞ്ഞില്ല. ഓ, ഞാൻ പ്രത്യേകം പറയണോ? ഹോംവർക്ക് എഴുതിയാൽ നിങ്ങൾ അതാത് മിസ്സുമാർക്ക് അയച്ചു കൊടുക്കുക. ഏത് ക്ലാസ് ആണോ ആ ടീച്ചർക്ക് തന്നെ അയച്ചു കൊടുക്കുക. ഓക്കെ, മറന്നുപോലെ. ഇനി അതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ പറഞ്ഞ് അല്ലെ എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞത്. വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസറും. അതിൽ ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നോ? എന്താ നോട്ട്ബുക്കിൽ വേർഡ് മീനിങ് നിർബന്ധമായും എഴുതണം. വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, അതുപോലെ മുഹാവരെ. ആ ബോക്സിൽ ഉള്ളതല്ല. ആ വേർഡ് മീനിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഹിന്ദി വേർഡ് എഴുതുക. അതിന് വീണ്ടും മീനിങ് ഹിന്ദി വേണ്ട, ഇംഗ്ലീഷ് മാത്രം മീനിങ് എഴുതിയാൽ മതി. എന്താണ് വേർഡ് മീനിങ് അയച്ചെന്നായിരുന്നു? അയച്ചെന്നവരല്ല, അയക്കാത്തവരാ പറഞ്ഞത്. വേർഡ് മീനിങ്ങിന്റെ കൂടെ സമാനാർത്ഥി ശബ്ദ, മുഹാവരെ, അത് മൂന്നും ആ ബോക്സിലുള്ളതെല്ലാം സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. അതിന്റെ കൂടെയാണ് ലിഖിത പ്രശ്ന ക്വസ്റ്റ്യൻ ആൻസർ. പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ എന്നുള്ളതിന്റെ 6 ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. കേട്ടല്ലോ? കുറച്ച് നല്ലതായിട്ട് വർക്ക് ചെയ്യാനുണ്ട് ഇപ്രാവശ്യം. സിമ്പിൾ അല്ല. അപ്പം മിസ്സേ മണ്ടക്കുള്ള ഓറൽ ക്വസ്റ്റ്യൻ എന്താ മിസ്സേ? ആ ഓറൽ ക്വസ്റ്റ്യൻ എന്നാൽ നമ്മൾ വൈവ, നമ്മൾ മൗഖിക, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ടീച്ചർ, നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഇങ്ങോട്ട് മറുപടി പറയുന്നു. അതാണ് മൗഖിക പ്രശ്നം, ഓറൽ ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ ചോദിക്കുന്നതിനാണ്. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞിരുന്നു. മറ്റേതാണ് എഴുതേണ്ടത്. ലിഖിത പ്രശ്നം എന്ന് പറഞ്ഞതാണ് എഴുതേണ്ടത്. ഓക്കെ, അതിലെ വർക്കുകളെല്ലാം പറഞ്ഞതാണോ? അതെ, അതിന് തൊട്ട് താഴെ നോക്കാം. നീച്ചെ ദീ ഗയി പങ്ക്തിയോ കാ ആശയ സ്പഷ്ട കരോ. അത് മിസ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരണത്രേ. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം എഴുതുക. അത് മിസ് പറഞ്ഞു. എന്ത് ആശയം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് കവിതയുടെ വരികളും ആശയം എഴുതാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കവിയെ കുറിച്ച്, ഏത് കവിത ആരെഴുതിയ കവിതയിൽ നിന്നാണെന്നുള്ളത് ആദ്യം നമ്മൾ കവിയെ കുറിച്ച് പരിചയപ്പെടുത്തണം. അതിനുശേഷമാണ് ആ വരികളുടെ ആശയം എഴുതേണ്ടത്. അപ്പൊ ആ 2 വരിയുടെ ആശയം മിസ് പിന്നീട് അയച്ചുതരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ കൂടി മിസ്സിന് അയച്ചു തരിക. അതിനുശേഷം ഈ ആശയം മിസ് എഴുതരും. അതുകൂടി നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അതുകൂടി എക്സ്ട്രാ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാനുണ്ട്. കേട്ടല്ലോ? മറന്നുപോലെ. വീണ്ടും ബാക്ക് പേജിലാ? അല്ല, സാധാരണ ഹിന്ദി നോട്ട് എവിടെയാണോ ഹിന്ദി ലെസൺ എഴുതുന്നത് അതിന് തൊട്ട് അടുത്തന്നെ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ഉടനെ എഴുതേണ്ടത് ഈ ആശയം എഴുതാനാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്താണ് ലൈൻസിന്റെ മീനിങ് എഴുതേണ്ടത് മനസ്സിലായില്ല. മീനിങ് എഴുതേണ്ടത് ഹിന്ദി മീനിങ് കൊടുത്തിട്ടില്ലേ? ബസ്, കാബു, ബസ് എന്നുള്ള ഹിന്ദി മീനിങ് ഉണ്ടോ? ആ ഹിന്ദി മീനിങ് നമുക്ക് എഴുതണ്ട. നമുക്ക് ഇംഗ്ലീഷ് ആണ് മീനിങ് പഠിക്കേണ്ടത്. ഹിന്ദിയുടെ ഇംഗ്ലീഷ് മീനിങ്. ബസ് എന്ന് എഴുതാ കൺട്രോൾ, നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ. എന്താണ്? മനസ്സിലായില്ല. Miss, write the meaning of lines given below. എവിടെയുണ്ടത്? 3rd page. Miss ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് മിസ് അവള് പറഞ്ഞത്. 3rd പേജില് മിസ് 3rd ക്വസ്റ്റ്യൻ.
തേർഡ് ക്വസ്റ്റ്യൻ അതല്ലേ അത് മിസ് ഇപ്പൊ പറയുന്നതല്ലേ ഉള്ളൂ. റൈറ്റ് ദി മീനിങ് ഓഫ് ദി ലൈൻസ് ഗിവൺ ബിലോ. അതായത് താഴെ കൊടുക്കുന്ന വരികളുടെ ആശയം എഴുതാൻ. അത് മിസ് ഒന്നും കൂടി എഴുതി അയച്ചിരും. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയ ഉടനെ നെക്സ്റ്റ് എഴുതേണ്ട ക്വസ്റ്റ്യൻ ഇത് ചോദ്യം ഏതാണ്, ആശയം എഴുതാനാണ് നോട്ട്ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിലല്ല എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉചിത വികൽപ്പ് ചുൻകർ സഹി കാ ചിഹ്ന ലഗാവോ. സഹി ശരിയായ സ്ഥലത്ത് ടിക്ക് ഇടുക. മിസ് പറയാം. ജന ജിസ്സെ ബൻ ജാത്തെ ഹേ ഡാഷ് കെ താരെ. ആംഘോം എന്നുള്ളതിന് അവർ ടിക്ക് ഇട്ടിട്ടുണ്ടല്ലേ എക്സാമ്പിള് ഇല്ലേ? ആംഘോം എന്നുള്ളതിന് ടിക്ക് ഉണ്ട്. നെക്സ്റ്റ് രഗഡോൻ ചെഗഡോൻ കാ ഡാഷ് ഘോനെ വാലി. എന്നാ ടിക്ക് വേണ്ടത്? മൂന്നാമത്തെ കടുവാപ്പൻ അല്ലേ? കടുവാപ്പൻ. അതിനൊന്ന് ടിക്കിട്ടെ. കടുവാപ്പൻ. നിബിഡ് ബന ദേനെ വാലി ഡാഷ് ബാത്തെ. ബിഗടി ബാത്തെ. ഫസ്റ്റ് ബിഗടി ബാത്തെ. അതിന് ടിക്കിട്ടെ. दिल के पेचीले तालों की डैश ताली. സച്ചി അല്ലേ? സച്ചി താലി ലാസ്റ്റ് പേജിലുണ്ട്. ദിൽ കെ പേച്ചിലെ താലോങ്കി സച്ചി താലി. സച്ചി എന്നുള്ളതിന് ശരിയിടാം. അപ്പൊ ഒന്ന് ഓക്കെ ആയാലോ? നെക്സ്റ്റ് പേജ് വിലോമ ശബ്ദ ലിഖോ. ഇത് പറയുമ്പോഴാണ് നിങ്ങളുടെ കോപ്പി റൈറ്റിംഗ് കൃത്യമായി നടന്നു പോകണം. 2 ലൈൻ കോപ്പിയില്ലേ നിങ്ങൾക്ക്? അതിൽ നിങ്ങൾ ഇതിലുള്ള ഓരോ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഡിക്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന വാക്കുകള് ഒരു 2 എണ്ണം വെച്ചോ 3 എണ്ണം വെച്ചോ ഒരു പേജ് നിങ്ങൾ എഴുതി മിസ്സിന് അയച്ചു തരണം. അത് മിസ് എപ്പോഴും പറയാൻ നിൽക്കണ്ട. ഓരോരാഴ്ചയും ഹിന്ദി പീരീഡിന് മുന്നേ ഒരു പേജ് ആ ഡേറ്റ് ഇടുക, മിസ്സിന് അയച്ചു തരിക. ഡിക്റ്റേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിക്റ്റേഷൻ ശ്രുതലേഖ എന്ന് കൊടുത്തിരിക്കും. അങ്ങനെയുള്ള വാക്കുകളാണ് അതിലേക്ക് എടുത്തതുണ്ട്. ഡിക്റ്റേഷൻ. ഓക്കെ. നെക്സ്റ്റ് വിലോമ ശബ്ദ ലിഖോ. റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. കണ്ടോ? ഫൂൽ കാണ്ഠ. കണ്ടല്ലോ? ഫൂൽ കാണ്ഠ. സുന്ദർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചല്ലോ. അത് സുന്ദർ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ആൻമരി ശ്രീദേവും വീഡിയോ ഓഫ് ചെയ്ത് എങ്ങോട്ട് പോയി? സുന്ദർ. കുരൂപ്. എന്താണ്? കുരൂപ്. കുരൂപ് പറഞ്ഞ വികൃതിയായത്. കുരൂപ്. നെക്സ്റ്റ് സച്ചി झूठी. എന്താ പറയാ? സച്ചി झूठी. അലൻ എന്താ ലേറ്റ് ആയത്? സച്ചി झूठी. നെക്സ്റ്റ് സുഗന്ധ ദുർഗന്ധ. സുഗന്ധ ദുർഗന്ധ. സുഗന്ധ ദുർഗന്ധ. അതുപോലെ ഖിൽന. ഖിൽന പറഞ്ഞ വിടരുകള്. ഇപ്പൊ നമുക്ക് പാടുക എന്നുള്ളതാ വേണ്ടേ. മൂർജാന. ഇതാണ് മൂർജാന. മിസ് എഴുതിയതിന്റെ ഒന്ന് മിസ് ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ. അത് നോക്കി ഒന്ന് കറക്റ്റ് ആക്കണേ. ഖിൽന മൂർജാന. മിസ് ഇത് നോട്ടിൽ ഗ്രൂപ്പിൽ അയക്കോ മിസ്? ഗ്രൂപ്പിൽ അയച്ചുതരാം. വികസിത അവികസിത. ഇതാണ് വികസിത അവികസിത. വികസിത അവികസിത.
നെക്സ്റ്റ് ശബ്ദോം കി ശുദ്ധ വർത്തനയിലേക്കോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊന്ന് തിരുത്തി റെഡിയാക്കി എഴുതുക. ഫസ്റ്റ് വേർഡ് പ്രാണീന കൊടുത്ത് പ്രാണി. നീ ആണോ? എന്താ വേണ്ടത്? ണ. പ്രാണി. എന്താണ് ക്ലിയർ ആക്കി എഴുതേണ്ടത്? പ്രാണി. അത് അവിടെ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് അതിന്റെ താഴെ കർത്തുത് എന്നാണ്. കർത്തുത് കർത്തൂത് എന്നാണ് അല്ലെ കവിതയിലെ കർത്തൂത്. അതെന്താക്കിയത്? കർത്തൂത്. ഒന്നത് നീട്ടി എഴുതിയേ കർത്തൂത്. നെക്സ്റ്റ് അനൂട്ടി. അനൂട്ടിന്നിലെ ടാ മാറണം. ഢാന്നാ വേണ്ട. ഢ. അനൂഠി. അനൂട്ടി എന്നല്ല അനൂഠി. അനൂഠി. നെക്സ്റ്റ് മുഖഡോം തന്നെയാണ് വായിക്കേണ്ടത്. അതിൽ മിസ്റ്റേക്ക് കാണുമ്പോ വലിയ പ്രശ്നം തോന്നൂല നിങ്ങൾക്ക്. അതിൽ ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ. എന്താണ്? ആ ഡായുടെ അടിയിൽ ഒരു ചെറിയൊരു ഡോട്ട് അവര് കവിതയിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ഡായുടെ അടിയിൽ ചെറിയൊരു ഡോട്ട്. അതേ ഇല്ലു മിസ്റ്റേക്ക്. മുഖഡോം. എന്നാലേ അതിന് സ്റ്റൈലുണ്ടോ ഒരു പൊട്ട് വരച്ചാല്. നെക്സ്റ്റ് കാണ്ടോം. കാണ്ടോം ഇതിലെ മേലെ ചന്ദ്രക്കല കൂടി വേണം അല്ലെ. ഒരു ഡോട്ട് മാത്രല്ല ചന്ദ്രക്കലയും ഡോട്ടും ആ വേണ്ടത്. കാണ്ടോം. കാണ്ടോം. നെക്സ്റ്റ് വേർഡ് കടുവാപ്പൻ. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാണുമ്പോ? നമ്മ കാണുമ്പോ എല്ലാം മിസ്റ്റേക്ക് തന്നെ അല്ലേ? അങ്ങനെയാണോ പറയാൻ പോകുന്നത്? നമ്മൾ നോക്കുമ്പോ എല്ലാം മിസ്റ്റേക്ക് ഉണ്ട് മിസ്സേ. എന്താ അതിൽ മിസ്റ്റേക്ക് ഉള്ളത് പറഞ്ഞോ? ഒരു മിസ്റ്റേക്കും ഇല്ല. നിങ്ങളെ വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മിസ്റ്റേക്കും ഇല്ല. ആൻമരി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും വിചാരിച്ചു നിന്നെയാണ് അല്ലെ. പാളിപ്പോയി. ഒരു മിസ്റ്റേക്കും നോക്കി. ആ പാടത്തിലുണ്ട്. ആ അതേ വേർഡാണ്. അതന്നെ സെയിം എടുത്ത് എഴുതിക്കോ. കടുവാപ്പൻ. നിങ്ങളെ വക വേറെ തിരുത്തൊന്നും വേണ്ട. ഫെയ്ത്ത് എഴുതിയോ? ഫെയ്ത്തിന്റെ വീഡിയോ ഒക്കെ ശരിയായല്ലേ? വീഡിയോ ഓണാക്കാലം. ഞാൻ വേറെ ഫോണില്ല. അതെയാ? മറ്റെപ്പോഴും അവനെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയല്ലോ കടുവാപ്പൻ വരെ. നെക്സ്റ്റ് അനൂഠി. അനൂഠി ഢ. 0 ഢ വരുന്നത്. 0 പോലെ വരുന്ന ഢ. കാണ്ഡവും മേലെ ചന്ദ്രക്കല എഴുതണം. ഡോട്ടിന് താഴെ ചന്ദ്രക്കലയും കുത്തുക വരോ. കാണ്ഡവും. അപ്പൊ കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് नीचे दिए प्रत्येक समूह में भिन्न शब्द पर गोला लगाओ. താഴെ കൊടുത്തിരിക്കുന്ന 4 വാക്കുകളുണ്ട്. ഒരേപോലെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒറ്റയാനെ കണ്ടെത്തുക എന്നെല്ലാം കാണാറില്ലേ? ആ ചിത്രകഥയിലൊക്കെ ഒറ്റയാനെ കണ്ടെത്തുക അല്ലേ? ആ അപ്പൊ ഇതുപോലെ ഇതിൽ നിന്ന് നമുക്ക് ഒറ്റയാനെ കണ്ടുപിടിക്കാം. ഒറ്റയാന ഏതാണോ അതിന് റൗണ്ട് അടിക്കണം. ഇതില് ഫസ്റ്റില് പ്രാണി, മനുഷ്യ, ജീവ, വസ്തുയെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ വസ്തുയെ എന്നുള്ളത് ഒറ്റയാനാണ്. നെക്സ്റ്റ് ചാഹ്, ഇച്ഛ, പരീക്ഷ, അഭിലാഷ. ചാഹ് എന്ന് പറഞ്ഞ ആഗ്രഹം, ഇച്ഛ പറഞ്ഞ ഇഷ്ടം, അഭിലാഷ പറഞ്ഞാലും ആഗ്രഹം, പരീക്ഷ പറഞ്ഞാൽ എക്സാം. ഏതായാലും ഒറ്റയാൻ പരീക്ഷ. റൗണ്ട് ഇട്ട് വെച്ചോളൂ. പരീക്ഷ എന്നുള്ളതിന് ഒരു റൗണ്ട് ഇടുക. ദിയ ഗുഡ് മോർണിംഗ്. ദിയനെ കാണാത്ത കാലങ്ങൾ കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റത്തില്ല മോളെ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. ഇന്ന് ആദ്യമായിട്ട് മിസ് എല്ലാരും ഒന്നിച്ച് ക്ലാസ്സിൽ കയറുന്നു മിസ്. വേണ്ട. അപ്പൊ മിസ്സിനാണ് അതിന്റെ ക്രെഡിറ്റ്.
ദിയ കുറെ നാളായി ദിയനെയും കാണാത്തത്. ദിയ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കയറിയില്ല. Can you hear me, Diya? Can you hear me? Yes, miss. മിസ് പറയുന്നത് നെക്സ്റ്റ് പേജ് നമ്പർ 4 ആണ് മോളെ പറഞ്ഞത്. 4 മൂന്നാമത്തെ 3 नीचे दिए प्रत्येक समूह में भिन्न शब्द पर गोला लगाओ. അതിൽ വസ്തുത എന്നുള്ളതിൽ റൗണ്ട് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പരീക്ഷ എന്നുള്ളതിന് ഒരു ഗോള, അതായത് ഒരു റൗണ്ട് വരക്കാം. പരീക്ഷ എന്നെ നെക്സ്റ്റില് ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാല് പൂവ്. പുഷ്പു പറഞ്ഞാൽ പുഷ്പം, പൂക്കള്. കലി പറഞ്ഞ പൂമൊട്ട്. കുസുമു എന്ന് പറഞ്ഞാൽ പൂവ്. ഇതിലേതാ ഒറ്റയാൻ? പറഞ്ഞോളൂ. കലിയാണ്. വെരി ഗുഡ്. കലി. കലി എന്ന് പറയുമ്പോ പൂമൊട്ട് മാത്രമാണ്. ബാക്കിയുള്ളവ മൂന്നും പൂക്കളിനെ കുറിച്ചാണ് പറഞ്ഞത്. പൂവ് എന്നാണ്. അപ്പൊ കലി എന്നുള്ളതിന് റൗണ്ട് ഇടുക. ഓക്കെ. ശ്രീദേവിന് ഇങ്ങനെ ചിരിച്ചിട്ട് വയ്യ. ചിരി ഇങ്ങനെ അടക്കി പിടിക്കുകയാണ് ശ്രീദേവ്. എന്താ ശ്രീദേവേ ഇങ്ങനെ? ആരെങ്കിലും പറഞ്ഞായിരുന്നോ ചിരിച്ചാൽ ആയുസ് കൂടുന്നൊക്കെ? അല്ല, ഇങ്ങനെ ക്ലാസ് തുടങ്ങിയത് മുതൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ചിരി ഇങ്ങനെ അടക്കി പിടിക്കുകയാണ് അവൻ. അല്ല, ഒന്നുകിൽ എല്ലാവരും കൂടി പറയുക ക്ലാസ്സിൽ. എല്ലാവരും കൂടി ചിരിക്കട്ടെ. ഒറ്റയ്ക്ക് ചിരിക്കല്ല കേട്ടോ, ഞങ്ങളോടും കൂടി പറയണേ. നെക്സ്റ്റ് സുഗന്ധ, ഗന്ധ, മഹക്, ഖുശ്ബു. മഹക്. മഹക് പറഞ്ഞാൽ മണം. ബാക്കിയുള്ളവയെല്ലാം ഒരേ മീനിങ് ആണ്. സുഗന്ധം. പക്ഷെ എല്ലാം ഒരേ അർത്ഥാണ്. സുഗന്ധം. ഇവിടെ മണം എന്നുള്ളത് മഹക്, മണം. അപ്പൊ അതുകൊണ്ട് എന്താണ് മഹക് എന്നുള്ളതാണ് ഒറ്റയാൻ. ഈ ജസ്റ്റ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് 4th विशेषण विशेष शब्दों को चुनकर उपयुक्त स्थान पर लिखो. വിശേഷണവും വിശേഷ്യവും നമ്മൾ എന്ത് ചെയ്യണം? ആ വലത് സൈഡിലുള്ള ബോക്സിൽ നിന്ന് എടുത്തെഴുതണം. അപ്പൊ നമുക്ക് എടുത്തെഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? വിശേഷണം എന്താണെന്നും പിന്നെ വിശേഷ്യ എന്താണെന്നും കൂടി പഠിക്കണം. വിശേഷണവും വിശേഷ്യവും. വിശേഷണം എന്താന്ന് പറഞ്ഞുതരാം. എന്താണ്? നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണം. നാമത്തെയോ സർവനാമത്തെയോ, സംജ്ഞയെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം. ഠണ്ട പാനി, തണുത്ത വെള്ളം. അതിൽ ഠണ്ട എന്നുള്ളത് എന്താണ്? വിശേഷണ ശബ്ദമാണ്. പാനി എന്നുള്ളത് എന്താണ്? വിശേഷ്യാണ്. ഏതിനെയാണോ വിശേഷിക്കപ്പെടുന്ന വസ്തു അതിനെ നമ്മൾ വിശേഷ്യ എന്ന് പറയും. അപ്പൊ വിശേഷണം ഏതാ വിശേഷ്യ ഏതാന്ന് ക്ലിയർ ആയോ? സുന്ദർ ഫൂൽ. സുന്ദർ ഫൂൽ എന്നുള്ളതിലെ വിശേഷണ ശബ്ദം ഏതാണ്? സുന്ദർ എന്നുള്ളത് വിശേഷണ ശബ്ദമാണ്. വിശേഷ്യ ഏതായിരിക്കും? ഫൂൽ. വെരി ഗുഡ്. നെക്സ്റ്റ് നീലെ ആകാശ്. അതിലേതാണ് വിശേഷണ ശബ്ദം? നീലെ. വിശേഷ്യ ഏതാണ്? വിശേഷ്യ ആകാശ്. മിസ് വേറെന്ന് പറയട്ടെ. ഗരം ചായ്. മിസ് വിടൂല നിങ്ങളാ. ഗരം ചായ് ഏതാണ് അതിൽ വിശേഷണം? ഗരം. ഗരം. വിശേഷ്യ ഏതാണ്? ചായ്. അച്ചാൽ എടുക്കാം. പേത്തിന് ഉദ്ദേശിച്ചാ പറഞ്ഞത്. അച്ചാൽ എടുക്കാം. കൈയടിക്കതല്ലേ? ഫെയ്ത്തിന് അങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ? ആഗ്രഹം ഉണ്ടാവണം. നല്ല മോനായിട്ട് പഠിച്ചാൽ മതി. അപ്പൊ ഞാനും കൈയടിക്കാം. ഇതിലിപ്പോ എല്ലാവരും ശ്രീദേവതേ, അലനതേ, ഇജാസതേ എല്ലാവരും അച്ചാലെടുക്ക തന്നെ. ഷോണതേ, അത്രയും ആൾക്കാരില്ല നമുക്ക് 8ാം ക്ലാസ്സിൽ. അപ്പൊ അച്ചാലെടുക്കാന്നുള്ളതിൽ വിശേഷണ ശബ്ദം ഏതാണ്?
ഏതാ വിശേഷണം? അച്ഛ. ലടുക്കാന്നുള്ളത് എന്താണ്? വിശേഷ്. ലടുക്കാന്നുള്ളത് വിശേഷ്. ഇനി ബുരാ ലടുക്കെ തന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തും? ഏതാ വിശേഷണം? ബുരാലെടുക്ക. ബുരാ എന്നുള്ളത് വിശേഷണമാണ്. വിശേഷ്യോ ലടുക്കാം. അപ്പൊ ക്ലിയർ ആയോ? വിശേഷണം എന്താന്ന്, വിശേഷം എന്താന്ന് ഏകദേശം ക്ലിയർ ആയോ? ആൻമരിയ ഡൗട്ട് ഉണ്ടോ? ആൻമരിയ അപ്പൊ ഇവിടെ നോക്ക്, വിശേഷണം വിശേഷം. നമുക്ക് കവിതയിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം വിശേഷിയാണ് ഇവിടെ എഴുതേണ്ടത്. അതേ ഓരോ സെന്റൻസിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫസ്റ്റ് വേർഡ് മീട്ടി ബോലി. മീട്ടി ബോലി. മീട്ടി ബോലിയില് മീട്ടി വിശേഷണം, ബോലി വിശേഷ്. അതുപോലെ നമുക്ക് അടുത്ത വാക്കുകൾ കണ്ടുപിടിക്കാം. സച്ചി താലി. സച്ചി താലി. സച്ചി താലി എന്ന് കവിതയിലുണ്ടോ? നോക്കിയോ നിങ്ങള്? ആ, വെരി ഗുഡ്. സച്ചി താലി എഴുതി വെച്ചോ ഇവിടെ. സച്ചി താലി. എഴുതിയോ? സച്ചി താലി എഴുതിയിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് എന്താ? പറഞ്ഞോ. സുന്ദർ ഫൂൽ എഴുതിക്കോളൂ. സുന്ദർ ഫൂൽ. ദിയ മനസ്സിലായിട്ടില്ല മോളെ? കവിതയിൽ നിന്നാണ് കണ്ടുപിടിച്ചെഴുതുന്നത് കേട്ടോ. സുന്ദർ ഫൂൽ. നെക്സ്റ്റ് बिगड़ी बातें. बिगड़ी बातें. बिगड़ी बातें. बिगड़ी बातें. नेक्स्ट पेचीले ताले. पेचीले ताली. पेचीले ताले. पेचीले ताले. इनी लास्ट वन. दिए गए वाक्यों से प्रश्न बनाओ. सेंटेंस കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഓരോ സെന്റൻസ് തന്നിരിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. നമുക്ക് നോക്കാം. मीठी बोली पत्थर को पिघलाकर मोम बना देती है. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. मीठी बोली पत्थर को पिघलाकर क्या बना देती है. അപ്പൊ അതുപോലെ हमें मीठी बोलनी चाहिए. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുക? അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ എന്താ പറയാം? എല്ലാവരും പറയാൻ ശ്രമിച്ചേ. हमें मीठी बोली बोलनी चाहिए. എന്താ? हमें क्या करनी चाहिए. അല്ലേ? എന്താ? हमें क्या करनी चाहिए എഴുതി വെച്ചോ. हमें क्या करनी चाहिए. हमें क्या करनी चाहिए. नेक्स्ट എഴുതിയോ? എല്ലാവരും എഴുതിയോ? നെക്സ്റ്റ്
मीठी बोली प्यार का बीज बोती है. मीठी बोली प्यार का बीज बोती है. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഏതാ? मीठी बोली किसका बीज होती है? मीठी बोली ഏതിന്റെ വിത്താണ് വിതയ്ക്കുന്നത്? मीठी बोली किसका बीज बोती है? मीठी बोली किसका बीज बोती है? अब आंसर वരും मीठी बोली प्यार का बीज बोती है. मीठी बोली किसका बीज बोती है? എഴുതിയോ? ദിയ എഴുതിയ മോളെ? ദിയ മിസ് ഒന്നും കൂടെ പറയാവോ? मीठी बोली किसका बीज बोती है? मीठी बोली किसका बीज बोती है? नेक्स्ट, मीठी बोली बिगड़े का काम बना देती है. मीठी बोली बिगड़े काम बना देती है. ഒന്നുകിൽ എന്തെഴുതാം? मीठी बोली किस काम बना देती है? किसका काम बना देती है? मीठी बोली ഏതിന്റെ ജോലിയാണ് ചെയ്യുന്നത്? मीठी बोली किसका काम बना देती है? मीठी बोली किसका काम बना देती है? എഴുതിയോ? मीठी बोली किसका काम बना देती है. അപ്പൊ നാലെണ്ണത്തിന്റെയും ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയല്ലോ, തയ്യാറാക്കിയല്ലോ. അപ്പൊ നിങ്ങള് മിസ്സിന് അയച്ചു തരുമ്പോ പുതിയ മക്കൾക്ക് അറിയില്ല, പഴയവർക്ക് അറിയായിരിക്കും. എന്താണ് നിങ്ങളുടെ നോട്ട് അയക്കുന്നതിന്റെ ഒരുമിച്ച് തന്നെ ടെക്സ്റ്റിലെ വർക്കുകളും പേജ് എഴുതി മിസ്സിന് അയച്ചു തരണം. ടെക്സ്റ്റിൽ എഴുതുന്ന വർക്കുകളും അതിന്റെ കൂടെ അയച്ചു തരേണ്ടതുണ്ട്. പുതിയ കുട്ടികള് ഒന്ന് അതിന്റെ താഴെ പേര് കൂടി സെൻഡ് ചെയ്യാം കേട്ടോ. മറന്നുപോലെ എല്ലാവരും നോട്ടും ടെക്സ്റ്റ് ബുക്കിലെ വർക്കും. ഇതിലിനി ഒരു നോട്ട് കൂടി ഉണ്ട് എഴുതാൻ. നോട്ടിലേക്ക് ഇനി ഒരു വർക്ക് കൂടി ഉണ്ട്. അത് നിങ്ങളാണ് ഒന്ന് പറയാൻ പറ്റുമോ? ക്ലാസ്സിൽ പറയാൻ പറ്റുമോ നോക്ക്. എന്താ ചോദ്യം അറിയാം? ആറാമത്തെ ചോദ്യം. मीठी बोली विषय पर अपनी मातृभाषा में 5 वाक्य लिखो. Write 5 sentences on the given topic in your mother tongue. എന്താണ്? മാതൃഭാഷയിൽ മലയാള ഭാഷയിലേക്ക് മീഠി ബോലി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 5 സെന്റൻസ് എഴുതാൻ. നല്ല സിമ്പിൾ അല്ലേ? ഹിന്ദിയിൽ എഴുതണ്ട അല്ലേ? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മീഠി ബോലി എന്നുള്ള കവിതയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തെ കുറിച്ച് ഒരു 5 സെന്റൻസ്. ആൻമരിയ തുടങ്ങിക്കോളൂ. പറഞ്ഞോ, ഒന്നും ബുദ്ധിമുട്ടാനില്ല, പേടിക്കേ വേണ്ട. മിസ്സാണ്, നിങ്ങളെ കൊല്ലും ചെയ്യാം. നമ്മൾ ആ പാഠം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ എന്താന്ന്? അതിനുശേഷം നല്ല വാക്കുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷെ ഒരാളും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും ഇപ്പോഴും കടുവാപ്പൻ തന്നെ പോലി. കടുവാപ്പൻ പോലി എന്നാൽ കയ്പ് നിറഞ്ഞ ഭാഷ. നല്ല നല്ല ഭാഷ തന്നെ. ഹിന്ദിയും അല്ല ഇംഗ്ലീഷും അല്ല, അങ്ങനത്തെ ഭാഷ നിങ്ങൾ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒരാള് നല്ല ഭാഷ സംസാരിച്ചിട്ടുണ്ടോ ഈ ഒരാഴ്ച? ഈ ലെസൺ കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മള് ശ്രീദേവ് കയ്യിലേർക്കുന്നുണ്ട്, പകുതി കയ്യേറുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഫെയ്ത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
കൺട്രോൾ ചെയ്തേ പറ്റൂ. നമ്മൾ ആ ലെസൺ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനല്ലേ ആ കഴിവ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഒരുത്തരോടും എന്ത് ചെയ്യാൻ പാടില്ല, കഠിനമായ വാക്കുകൾ അല്ലെങ്കിൽ കയ്പ് നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്തേ സംസാരിക്കൂ, മീട്ടി ബോലി, കൊയിലിനെ പോലെ മധുരമായ സംസാരം. നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടി എല്ലാവർക്കും നമ്മള് മധുരമായ സംസാരം. എത്ര പേര് അങ്ങനെ മിസ് പറഞ്ഞതുപോലെ അനുസരിച്ചിട്ടുണ്ട്? ഒന്ന് തമ്പ് കാണിക്കാമോ? ഞാൻ അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ അങ്ങനെ മാറി, ഒന്ന് തമ്പ് കാണിക്കാമോ? ഫെയ്ത്തിന് എനിക്ക് മനസ്സിലായി. മാറിയവരെ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ അതിനുശേഷം എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന്? ആ പാഠം, പിന്നെന്തിനാ നിങ്ങൾ ആ പാഠം പഠിച്ചേ? കുറച്ചൊരു മാറ്റം ഷോണിന്. നിങ്ങൾ പിന്നെന്തിനാ പാഠം പഠിച്ചേ? നിങ്ങൾ എന്തിനാ പിന്നെ പാഠം ഞാൻ പഠിപ്പിച്ചെന്നത്? എല്ലാവരുടെ സൗമ്യമായി പെരുമാറാൻ പഠിക്കാനല്ലേ? പിന്നെന്താ അതിനൊരു മാറ്റം? ഈ പാഠം ഇനി കഴിഞ്ഞു. നമ്മൾ ഇനി മുതലേ എന്ത് ചെയ്യുന്നില്ലോ, സൗമ്യമായിട്ടേ പെരുമാറുന്നുള്ളൂ. പക്ഷെ മിസ്സിന്റെ അവസ്ഥ അങ്ങനത്തെ ആയതുകൊണ്ട് എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. കാരണം മിസ് ഒരു ടീച്ചർ ആയിപ്പോയില്ലേ. അപ്പോ ഹോംവർക്ക് ചെയ്യാത്തവരോടും പഠിക്കാതെ വന്നവരോടെല്ലാം സൗമ്യമായിട്ട് ആ മോനെ എന്നാ പിന്നെ ശരി എന്ന് പറയാൻ പറ്റുമോ? മിസ്സിന്റെ ഫീൽഡ് അങ്ങനത്തെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നിച്ച് കൂടാൻ പറ്റുന്നില്ല. എന്നാലും മിസ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ മിസ് സൗമ്യമായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്, ആരോടും കയർത്ത് സംസാരിക്കാറില്ല. നിങ്ങളെപ്പോലെ ഞാനും ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടക്ക് നിങ്ങളെപ്പോലെ ചില വികൃതികൾ വരുമ്പോ മിസ്സിന്റെ സ്വഭാവം മാറണമെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ അതിന് സൗമ്യമായി പെരുമാറണം. നിങ്ങൾ കൃത്യം ഹോംവർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ മിസ് വഴക്കും പറയില്ല. കേട്ടോ ഇജാസേ? ഇജാസ് പൊതുവെ സൗമ്യനാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോ. വലിയതരം ഇല്ലാന്ന് തോന്നുന്നു അടക്കം ഒതുക്കലും കാണുമ്പോ. പക്ഷെ അറിയില്ല, പുറത്തോട്ട് ഇറങ്ങിയാലേ വലിയ സ്വഭാവം ഇറങ്ങൂലോ. വീട്ടിലിരിക്കുന്നോണ്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ പാഠം പഠിച്ചു കഴിഞ്ഞു. മീട്ടി ബോലി, മധുരമായ സംസാരം അല്ലേ? അതിനെ കുറിച്ച് നമ്മൾ 5 സെന്റൻസ് കൂടി നമ്മൾ നമ്മുടെ ഹിന്ദി നോട്ടിൽ എഴുതണം. വേർഡ് മീനിങ് എഴുതിയ അതേ നോട്ട്ബുക്കില് എന്ത് പറയാം, ഒന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന്? നമ്മള് മറ്റുള്ളവരോട് വഴക്കടിക്കരുത് അല്ലേ? മധുരമായി സംസാരിക്കണം, നല്ല പോലെ പെരുമാറാൻ പഠിക്കണം അല്ലേ? എന്നാലും നമുക്ക് എന്തുണ്ടാവില്ല, ശത്രുക്കൾ കുറയും, നമുക്ക് കൂടുതലും ബന്ധുക്കൾ തന്നെ ആയി വരും അല്ലേ? അതല്ലേ നമ്മള് മീട്ടി ബോലി പഠിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളോടും മധുരമായി സംസാരിച്ചാല് അവര് നമ്മളെന്താവും, നമ്മളുമായിട്ട് സുഹൃത്ബന്ധം സ്ഥാപിക്കും അല്ലേ? ഇല്ലേ? അപ്പൊ അതാണ് 5 സെന്റൻസ് മലയാളത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ മിസ് അതും കൂടി നോട്ട് ഞാൻ തരാം. ആശയം എഴുതി അയക്കുമ്പോ എല്ലാം മിസ് വായുവിളിക രൂപത്തിൽ തന്നെ തരണ്ടേ? ഷോൺ ഇങ്ങനെ ഇനിയിപ്പോ നിങ്ങൾ വായുവിളിക രൂപത്തിൽ തന്നിട്ട് വേണം നിങ്ങൾക്ക് ഇങ്ങനെ വിഴുങ്ങിയിട്ട് അസുഖം മാറ്റാൻ. അപ്പൊ ആശയവും അതുപോലെ അതിന്റെ കൂടെ ഈ 5 സെന്റൻസ് മലയാളത്തിലുള്ള സെന്റൻസും കൂടി തരാം. കേട്ടല്ലോ? അതുകൂടി നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ? മറന്നുപോലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങള് ആകെ ആഴ്ചയിൽ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഹിന്ദി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ കാണുമ്പോ മാത്രം ഹിന്ദിയുടെ ബുക്ക് മുന്നിൽ വെക്കുന്ന അവസ്ഥ വരരുത് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഹിന്ദിയിലെ ലെസൺ വായിച്ചുകൊണ്ടേയിരിക്കുക. കേട്ടല്ലോ? ഓക്കെ മിസ്. ഇപ്പൊ ശ്രീദേവ് എല്ലാം റെഡി എന്നെല്ലാം പറയും. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവന്റെ സ്വഭാവം മാറും. ഹോംവർക്കും ചെയ്തയക്കൂല. അടുത്ത ബുധനാഴ്ച ഇങ്ങനെ കാണിച്ചു അല്ല സ്നേഹത്തോടെ. എന്നിട്ടോ തിരിച്ചെങ്ങനെ കിട്ടിയിരുന്ന പ്രതികരണം? തിരിച്ച് പിറ്റേ ദിവസം മുതൽ തലയിൽ കയറുമായിരുന്നു. അങ്ങനെ തന്നെ തലയിൽ കയറിക്കോട്ടെ, സാരില്ല. പിറ്റേ ദിവസം നീ അതേപോലെ തന്നെ വേണം. അപ്പൊ അവളും മാറും. അങ്ങനല്ലേ നമ്മള് മാറ്റിയെടുക്കേണ്ടത്. നമ്മൾ അങ്ങനല്ലേ പഠിച്ചത് പാഠത്തിലൂടെ. ആ സ്വഭാവത്തിന് മാറ്റി വരുത്തേ വേണ്ട. തലയിൽ എന്ത് കയറിയാലും കണക്കല്ലേ കേട്ടോ? അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ സൗമ്യമായിട്ട് തന്നെ പെരുമാറേ. മിസ് ഇടക്ക് മഞ്ജു മിസ്സിനെ വിളിച്ച് ചോദിക്കാം, ഫെയ്ത്ത് സൗമ്യമായിട്ടാണോ പെരുമാറുന്നത്? ഓക്കെ.
അപ്പൊ നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് കിട്ടുന്നത്. മിസ് പറയാൻ പോകുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി തരുന്ന വർക്കുകള് അന്ന് തന്നെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചു തരിക. ഗ്രൂപ്പിൽ ആരും അയച്ചു തരുന്നുണ്ട് കേട്ടോ, ഗ്രൂപ്പിലേക്ക് ആരും അയക്കേണ്ട. പിന്നെ അതുപോലെ പാഠങ്ങള് എടുത്ത ലെസൺ ഒരു 5-6 പ്രാവശ്യം അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒരു 4-5 തവണയെങ്കിലും വായിച്ചിരിക്കണം. ഒരു പ്രാവശ്യമല്ല, 4-5 തവണ. അത് ഒരു ദിവസം എന്നല്ല ഞാൻ പറഞ്ഞത്. 5 ദിവസം നിങ്ങൾക്ക് ഫ്രീ കിട്ടും. ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഓരോ ദിവസവും ഓരോരോ പ്രാവശ്യമായിട്ട് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കല്ലോ. മറന്നു പോവോ? ഇപ്പൊ നല്ല മക്കള് മിസ്സിന്റെ മുന്നിൽ ഇരിക്കുമ്പോ നല്ല മക്കളാണ് 8ാം ക്ലാസ്സിലെ മക്കള്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറി. ഹോംവർക്കും ഇല്ല, പിന്നെ വിളിച്ചു ചോദിക്കാൻ നിൽക്കണം. ഷോണേ ഹോംവർക്ക് എന്തിയേ ചെയ്തേ അല്ലേ? ഇപ്രാവശ്യം മിസ് ഒരാളെയും വിളിക്കൂല. നിങ്ങളെ മുതിർന്ന കുട്ടികളാണ്. UP സെക്ഷനിൽ നിന്ന് മാറി നിങ്ങൾ ഹൈസ്കൂളിൽ എത്തിച്ചേർന്നു. 8ാം ക്ലാസ് ആകുമ്പോ ഹൈസ്കൂളായി. നിങ്ങളുടെ പേരൻസ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു മിസ്സേ. ക്ലിയർ അല്ല? ടെക്സ്റ്റിൽ തന്നെ എഴുതുകൊണ്ടാ? അല്ല, മിസ് വേറെ നോട്ട് എഴുതി ഹാർഡാ കാണാൻ. ക്ലിയർ ആവുന്നില്ല? അക്ഷരങ്ങള് ചില അക്ഷരങ്ങള് ക്ലിയർ അല്ല മിസ്സേ. ക്ലിയർ ആവുന്നില്ല? ഇല്ല, ഞാൻ നോക്കാതെ. പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് ഈ ലെസന്റെ വേർഡ് മീനിങ് പഠിച്ചിട്ട് വരിക. അതിന്റെ കൂടെ ഒരു പേജ് കോപ്പി റൈറ്റിംഗ്. അപ്പൊ ഇന്നത്തേക്കുള്ള ഒരു കോപ്പി റൈറ്റിംഗ് ഉണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ആകുമ്പോൾ രണ്ട് പേജ് എഴുതണം. ഡിക്റ്റേഷൻ വരുന്ന പേജ് നമ്പർ 3 ഡിക്റ്റേഷൻ വരുന്ന ശ്രുതലേഖിലെ ഒരു 3-4 വാക്കുകൾ. പ്രാണി, രഗടോ, ജഗടോ, ഓരോ വാക്കുകൾ കണ്ടോ? പത്തർ, കടുവാപ്പൻ, അതിൽ ഇഷ്ടമുള്ള വാക്കുകൾ നിങ്ങൾ. ഇപ്പൊ ക്ലാസ് കട്ടാവും. ആ ഡിക്റ്റേഷൻ അതും ഈ ഹോംവർക്ക് ഇടുന്നവർക്ക് അയക്കണം. അതും കോപ്പിയിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ഡേറ്റ് ഇടണം. കഴിഞ്ഞ ആഴ്ച ഒരു പേജ് ഉണ്ട്, ഈ ആഴ്ച 1. അപ്പൊ 2 പേജ് എഴുതി ഡേറ്റ് എഴുതിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, കഴിഞ്ഞ പാഠത്തിന്റെ അയച്ചിട്ടുണ്ട്. ശ്രീദേവാണോ പറഞ്ഞത്? ഡിക്റ്റേഷൻ 4 എഴുതി അയച്ചു. അതുപോലെ ഇനി ഒരു പേജും കൂടി